പ്ലസ് അറ്റ് ബ്രിജി കേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ചാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ ഫ്രൂട്ട്സ്, ഇത് മധുരക്കിഴങ്ങാണ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസും, പിന്നെ കുറച്ച് സ്പ്രൗട്ട്സും എല്ലാം വേണമെങ്കിൽ, അത്യാവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്മോൾ കപ്പ് ഓഫ് റൈസും കൂടി കഴിക്കാം. ഒരു നേരത്തെ ലഞ്ചിന് ഇങ്ങനെ ഒരു ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിലൊരു സ്പൂൺ തൈര് എടുത്തിട്ട്, ഒരു സ്പൂൺ മതിയാവും, ഒരു ചിക്കൻ ബ്രസ്റ്റല്ലേ ഉള്ളൂ. അതിൽ കുറച്ച് സോൾട്ട് ഇടുക. പ്രായമുള്ളവർക്കായതുകൊണ്ട് ഒരുപാട് മസാലകളൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ഇട്ടു. അത് മതിയാവും. മുളക് കഴിക്കാൻ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഒരു കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാല പൗഡറോ, നമുക്ക് എന്തെങ്കിലും ടേസ്റ്റിന് മല്ലി പൗഡറോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യും. തവ ചൂടാകുമ്പോൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ എന്തെങ്കിലും ഇട്ടിട്ട് അത് നമുക്ക് ഈ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചത് കുറച്ച് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ കൂടും. അപ്പം അതിങ്ങനെ ഗ്രില്ലിൽ വെച്ചിട്ട് നമ്മൾ ഒട്ടും എണ്ണ വേണ്ട, അങ്ങനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അത് മറിച്ചിട്ടു നല്ല ഗ്രില്ല് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ്, ഇങ്ങനെ ബ്രോക്കോളി, ക്യാരറ്റൊക്കെ അതിലേക്ക് ഒന്ന് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒന്നിങ്ങനെ പാർബോയിൽ ചെയ്യാം. ഗ്രില്ല് ചെയ്ത പാത്രത്തിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട്, എൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ്, കുറച്ച് ഇതിട്ടിട്ട് ഈ പാർബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾ അതിലേക്ക് ഇടാം. അൺസാൾട്ടഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സോൾട്ടും കുറച്ച് പാർസ്ലി, കുറച്ച് ഒറിഗാനോ, പിന്നെ സാലഡ് ഡ്രസ്സിങ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം. കുറച്ച്